പ്രൈസ് ലോർഡ്. ക്രൈസ്റ്റ് മീഡിയ യൂട്യൂബ് ചാനലിലൂടെ ദൈവത്തിന്റെ വചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തു നാമത്തിലുള്ള സ്നേഹത്തെ വന്ദനത്തെ ഒരു പ്രാവശ്യം കൂടെ അറിയിക്കുന്നു. പ്രിയരെ, ദൈവത്തിനായി കാത്തിരിക്കുന്ന ഒരു മനുഷ്യൻ അവൻ തൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഉണങ്ങി വരണ്ട ദേശത്ത്, പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയ ദേശത്ത് അവൻ തൻ്റെ ഉള്ളം ദൈവത്തിനായി കാത്തിരിക്കുന്നു. അവൻ തൻ്റെ ദേഹവും ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുന്നു. അസാധ്യതകൾ നിറഞ്ഞ ഒരു ദേശത്തായിരിക്കുമ്പോൾ പ്രതിസന്ധിയുടെ നടുവിൽ ഭക്തനായ മനുഷ്യൻ ദൈവത്തോട് വിളിച്ചു പറയുകയാണ്, വെള്ളമില്ലാതെ ഉണങ്ങി വരണ ദേശത്ത് അമ്മേ, എൻ്റെ ഉള്ളം കർത്താവേ അങ്ങയ്ക്കായി ദാഹിക്കുകയാണ്. ഈ ഭൂമിയിൽ വെള്ളമില്ല, മഴയുടെ അനുഭവങ്ങളില്ല, ഉറവുകളുടെ അനുഭവങ്ങളില്ല. ആ വെള്ളത്തിനു വേണ്ടി ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുന്ന, തൻ്റെ ദാഹം മാറുവാൻ ദൈവമുഖത്തേക്ക് നോക്കുന്ന, നമ്മെ ദാഹം നിമിത്തം ദേഹം ക്ഷയിക്കുന്ന ഒരു ഭക്തനായ മനുഷ്യൻ്റെ നിലവിളിയാണ് നാം ഇവിടെ കേട്ടത്. നമുക്ക് ചിന്തിക്കാം. ഇന്നത്തെ വേദഭാഗം സങ്കീർത്തനങ്ങളുടെ പുസ്തകം 63-1 വാക്യം ഇങ്ങനെയാണ് പറഞ്ഞത്, വെള്ളമില്ലാത്ത ഉണങ്ങി വരേണ്ട ദേശത്ത് എൻ്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു, എൻ്റെ ദേഹം നിനക്കായി കാംക്ഷിക്കുന്നു. ആമീൻ. ഭക്തനായ മനുഷ്യൻ ദാവീദിനെ കുറിച്ചാണ് ഇവിടെ മരുഭൂമിയിലിരിക്കുന്ന ദാവീദ് ദൈവത്തിന് വേണ്ടി ദാഹിക്കുകയാണ്. മരുഭൂമി എന്നാൽ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു എന്ന് പറഞ്ഞാൽ മരുഭൂമിയെ കുറിച്ച് നാം മനസ്സിലാക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് ചൂടുള്ള അന്തരീക്ഷം, വെള്ളമില്ലാത്ത പ്രദേശം, മണലിന്റെ ചുട്ടുപൊള്ളുന്ന ചൂടിൽ ഏതൊരു ജീവിയും മരുഭൂമിയിൽ ദൈവത്തിനായി ദാഹിക്കും. എന്നാൽ ദാവീദ് ഇവിടെ പറയുകയാണ്, ആമീൻ, ഞാൻ ജീവനുള്ള ദൈവത്തിനായി ദാഹിക്കുന്നു. മരുഭൂമിയിലിരിക്കുമ്പോൾ വെള്ളത്തിനായി ദാഹിക്കുന്നതിനധികമായി ദൈവത്തിനായി ദാഹിക്കുന്നു. ദൈവത്തിന്റെ സാന്നിധ്യത്തിനായി കൊതിക്കുന്ന ഒരു മനുഷ്യൻ. പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിന്റെ മേഖലകളിൽ നാം അനുഭവിക്കുന്ന പ്രതിസന്ധികൾ എത്രമാത്രം നമുക്കറിയാം. എന്നാൽ ദൈവത്തോട് നാം എത്രമാത്രം അടുപ്പം കാണിക്കുകയും ദൈവത്തെ നാം കാണാനായി എത്രമാത്രം ആഗ്രഹിക്കുകയും ദൈവത്തിന്റെ ശബ്ദത്തിൽ നാം കൊതിക്കുകയും ചെയ്യുന്ന വ്യക്തിക്കാണ് ദൈവത്തിന്റെ സഹായം ലഭിക്കുക, ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിക്കുക. നാം തളർന്നു പോകുമ്പോൾ, നാം മനോവിഷ്ണ അടിമപ്പെട്ടു പോകുമ്പോൾ, നിരാശയ്ക്ക് നാം അടിമപ്പെടുമ്പോൾ ജീവിതത്തിൽ നാം ഒളിച്ചോടുവാൻ ശ്രമിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവത്തെക്കാൾ ഉപരി മറ്റുള്ള ചിന്തകളും മനുഷ്യന്റെ മനസ്സിൽ വന്നു നിറയാനുള്ള സാഹചര്യങ്ങളുണ്ട്. എന്നാൽ തീവ്രമായിരിക്കുന്ന പ്രതികൂല സാഹചര്യത്തിലും ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ഭക്തനായ മനുഷ്യനെ നമുക്കിവിടെ കാണുവാൻ കഴിയും. വേഴാമ്പൽ മഴയ്ക്കായി കാത്തിരിക്കുന്നത് പോലെ ദൈവശക്തനായി കാത്തിരിക്കുന്ന ഒരു ദാവീദ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പകർത്തുവാൻ കഴിയുന്ന ഏറ്റവും വലിയ മാതൃകയാണ് ഇത്. ദാവീദിനെ പോലെ ഹല്ലേലൂയ ദൈവത്തിന് വേണ്ടി ദാഹിക്കുക. ശരീരം വെള്ളത്തിനായി ദാഹിക്കുന്നതിലും ഉപരിയായി നമ്മുടെ ആത്മാവ് ദൈവത്തിനായി ദാഹിക്കണം. 42-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ ഇങ്ങനെ നമുക്ക് കാണുവാൻ കഴിയും, നീർത്തോടിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്ന പോലെ എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യന്റെ ശരീരത്തിൽ നമുക്കറിയാം എത്രമാത്രം വെള്ളം ആവശ്യമാണെന്ന്. അല്ലെങ്കിൽ മനുഷ്യന് ആഹാരമില്ലെങ്കിൽ ജീവിക്കാൻ ഒരു പക്ഷേ കഴിഞ്ഞെന്ന് വരാം, എന്നാൽ വെള്ളമില്ലാതെ ജീവിക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് പോലെ ഒരു മനുഷ്യന് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സഹായമില്ലാതെ, ദൈവത്തിന്റെ സാന്നിധ്യമില്ലാതെ, ദൈവത്തിന്റെ ഹല്ലേലൂയ വിടുതലില്ലാതെ ജീവിക്കാൻ കഴിയത്തില്ല. അത് ഏത് സാഹചര്യമാണെങ്കിലും. ഒരു പക്ഷേ എനിക്ക് വിടുതലൊന്നും വേണ്ടെന്ന് പറയുന്നവരായിരിക്കും നിങ്ങൾ. എനിക്ക് ദൈവം വിടുതലൊന്നും നൽകണ്ട, ഞാൻ വിടുതലൊന്നും ആഗ്രഹിക്കുന്നില്ലെന്ന് പറഞ്ഞാലും നിങ്ങളുടെ ജീവിതത്തിൽ ആഹാരത്തിന് വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കാറില്ലേ? നിങ്ങൾക്ക് വസ്ത്രത്തിന് വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കാറില്ലേ? നിങ്ങൾക്ക് കിടക്കാൻ ഒരു സ്ഥലം ഉണ്ടായിരുന്നെങ്കിൽ, ഒരു സ്വസ്ഥതയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവരല്ലേ? ജീവിതത്തിന്റെ പലപ്പോഴും ഈ ജീവിതമാകുന്ന പാതയിലൂടെ നാം കടന്നു പോകുമ്പോൾ എപ്പോഴെങ്കിലും നിങ്ങൾ വിശ്രമം ആഗ്രഹിക്കുന്നവരല്ലേ? ജീവിതത്തിന്റെ ഏത് കഠിനമായ മേഖലയുടെ കടന്നു പോയാലും ഒരു മനുഷ്യന് സ്വസ്ഥത ആവശ്യമാണ്. നമ്മുടെ മനസ്സിനെ തണുപ്പിക്കുന്നതാണ് വെള്ളം. അല്ലെ, നമുക്കറിയാം, നമുക്ക് ചൂടുള്ള സമയത്ത് നാം വേഗം ചെന്ന് നമ്മളിവിടെ പോയതാ, ഫ്രിഡ്ജിൽ പോയിരുന്നിട്ട് എന്ത് ചെയ്യും? നമ്മൾ എന്ത് ചെയ്യും? വെള്ളം എടുത്ത് കുടിക്കും, അല്ലേ? നമ്മൾ വെള്ളം എടുത്ത് കുടിക്കും. എന്ത് ചെയ്യും? ആ തണുത്ത വെള്ളം നമ്മുടെ അകത്ത് എന്ത് ചെയ്യുക?
ആ ചൂടിനെ മാറ്റി, ദാഹത്തെ മാറ്റി നമ്മുടെ ശരീരത്തിൽ ഒന്ന് ഒരു ഉന്മേഷം വരുത്തുവാനാണ് ആ വെള്ളത്തെ എന്ന് പറയുന്നത് പോലെ ഒരു ദൈവ പൈതൽ, ഒരു ദൈവ ഭക്തൻ അല്ലെ, ഒരു ദൈവ പൈതൽ എന്ത് ചെയ്യണം? ദൈവത്തിന്റെ ഹല്ലേലൂയ, ആ ദൈവം തരുന്ന വെള്ളത്തിന്, ദൈവത്തിന്റെ ഉറവയിൽ നിന്നുള്ള ഹല്ലേലൂയ, ദൈവത്തിന്റെ അകത്തു നിന്നുള്ള ഹല്ലേലൂയ, ദൈവത്തിൽ നിന്ന് പുറപ്പെടുന്ന ജീവജലത്തിന് വേണ്ടി ഇവിടെ ദാവീദ് അങ്ങനെയാ കാത്തിരുന്നത്. വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത് വെള്ളമില്ല. ദേശം കഠിനമായ വരൾച്ചയാണ്, ചൂടാണ്. എന്നാൽ എന്ത് ചെയ്യാ? ഉണങ്ങി വരേണ്ട ദേശത്ത് ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഹല്ലേലൂയ. തന്റെ ത്തിന് വേണ്ടി ഇച്ചിരി വെള്ളം, ദാഹത്തിന് വേണ്ടി ഇച്ചിരി വെള്ളം, തനിക്കൊന്ന് മുഖം കഴുകാൻ ഇത്തിരി വെള്ളം. ഹല്ലേലൂയ. അതിനു വേണ്ടി എന്ത് ചെയ്യാ? എന്റെ ദേഹവും പറയാണ്, ദേഹവും ദേഹിയും ഇത് ദൈവമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ. ഹല്ലേലൂയ. ദേഹവും ഉള്ളവും ദേഹിയും ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയുന്നതാണ് ദേഹവും തന്റെ ഉള്ളവും. അല്ലെ, ഉള്ളം നിറഞ്ഞ് കവിയുന്നത് വാ സംസാരിക്കും. അപ്പോൾ ഇവിടെ പറയുകയാണ്, വെള്ളമില്ലാതെ ഉണങ്ങി വരണ്ടിരിക്കുന്ന ദേശത്ത്, അതേ പുറമേ നോക്കുമ്പോൾ എല്ലാം വളർച്ചയാണ്. ദാവീദിന്റെ ജീവിത സാഹചര്യം നോക്കുമ്പോൾ തകർച്ചയാണ്. ഹല്ലേലൂയ. യുദ്ധമാണ്. ഹല്ലേലൂയ. തനിക്ക് നേരെ വിരോധമായി നിൽക്കുന്ന ശത്രുക്കളുണ്ട്. തനിക്ക് ഒരു നേരത്തെ സ്വസ്ഥത പോലും ഇരിക്കാൻ കഴിയാതെ താൻ ആയിരിക്കുമ്പോൾ പലവിധമാകുന്ന തന്റെ ജീവിതം എടുക്കുന്ന ശത്രുക്കൾ ഉള്ള സമയത്തും ഹല്ലേലൂയ, മരുഭൂമിയിലേക്ക് ഓടിപ്പോയ ഒരു ഭക്തനായ മനുഷ്യൻ പറയും, എന്റെ എന്ത് ചെയ്യുക, ഭൗതികമായ ഇഴത്തൊക്കെയും ഞാൻ നോക്കുമ്പോഴൊക്കെയും വരൾച്ചയാണ്, അനുഗ്രഹങ്ങൾ ഒന്നുമില്ല. എന്നാൽ ഹല്ലേലൂയ, ദൈവത്തിൽ നിന്ന് ഹല്ലേലൂയ അനുഗ്രഹത്തിനു വേണ്ടി ദാഹിക്കുന്ന ഒരു മനുഷ്യൻ, ഒരു സ്വസ്ഥതയ്ക്ക് വേണ്ടി ദാഹിക്കുന്ന ഒരു മനുഷ്യൻ, എൻ്റെ ഉള്ളം ദാഹിക്കുകയാണ് ദൈവമേ ഒരു അത്ഭുതങ്ങളെ കാണുവാൻ. എന്റെ ഉള്ളം ദാഹിക്കുകയാണ് അങ്ങേ ഒന്ന് കാണുവാൻ, അങ്ങയുടെ സാന്നിധ്യം നമ്മൾ അനുഭവിക്കുവാൻ. അല്ല, ഞാൻ പലപ്പോഴും ഓടുകയാണ്, എനിക്ക് ഒന്ന് നിൽക്കുവാൻ സമയം, ഒന്ന് വിശ്രമിക്കാമെന്ന് വിചാരിക്കുമ്പോൾ അവിടെ ശത്രുക്കൾ കടന്നു വരും. എനിക്ക് സ്വസ്ഥമായി അങ്ങിൽ നിന്ന് ഒരു ദാഹം ഹല്ലേലൂയ, ദാഹശമനം പ്രാപിപ്പാൻ കഴിയുന്നില്ല, ആ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയും. ഞാൻ ഓടുകയാണ്, അല്ലെങ്കിൽ വെള്ളമില്ലാത്ത ദേശത്ത് ഞാൻ ഓടുകയാണ്. എൻ്റെ ഉള്ളം അങ്ങയ്ക്ക് വേണ്ടി ദാഹിക്കുകയാണ്, എൻ്റെ ദേഹം അങ്ങയ്ക്ക് വേണ്ടി കാംക്ഷിക്കുകയാണ്. അധികാലത്തെ എന്ത് ചെയ്യുക? ദൈവത്തെ ഹല്ലേലൂയ അന്വേഷിക്കുന്ന ഒരു ദാവീദിനെ നമുക്ക് ഇവിടെ കാണുവാൻ കഴിയും. സ്തോത്രം. ജീവിതത്തിന്റെ ഹല്ലേലൂയ എന്നിട്ട് പറയുകയാണ്, എൻ്റെ കൈകൾ നിങ്കലേക്ക് മലർത്തുകയാണ്. വരണ്ട നിലം പോലെ എൻ്റെ പ്രാണൻ നിനക്കായി ദാഹിക്കും എന്ന് പറയുന്നത്. എൻ്റെ ഉള്ളം ദൈവത്തിന്റെ പ്രാകാരങ്ങളെ വാഞ്ചിച്ച് മോഹിച്ചു പോവുകയാണ്. എൻ്റെ ഹൃദയം, എൻ്റെ മാംസം, ജീവളം ദൈവത്തെ നോക്കി ഘോഷിക്കുന്നു എന്ന് പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. എന്നിട്ട് പറയുകയാണ്, അല്ലേ, ഞാൻ നിന്നിൽ ആശ്രയിക്കുകയാണ് ദൈവമേ, നീ എൻ്റെ ദൈവമാണെന്ന് പറയാ. എന്നിട്ട് പറയുന്നു, എൻ്റെ ആത്മാവേ നീ ഉള്ളിൽ വിഷാദിച്ചിറങ്ങുന്ന എന്താ? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക, അവൻ നിന്റെ മുഖപ്രകാശവും രക്ഷയുമാണ് നീ ഞാൻ സ്തുതിക്കുമെന്ന്. ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളൊക്കെയോ ദാവീദ് പറയുന്നത്, അവൻ എൻ്റെ ദൈവമാണ്, അവൻ എന്നെ കൊന്നാൽ എന്തിയാ ഞാൻ കാത്തിരിക്കും. അല്ലെങ്കിൽ ജീവിതത്തിലെ പ്രതിസന്ധികളിൽ ഒറ്റപ്പെട്ട് തകർന്ന് തരിപ്പണമായി പ്രതീക്ഷയ്ക്ക് അല്ലെങ്കിൽ വകയില്ലാതെ ഇരിക്കുമ്പോഴും ദാവീദ് പറയുന്നു, എൻ്റെ ഉള്ളം നിന്നെ നോക്കി മൗനമായിരിക്കുന്നു, എൻ്റെ പ്രത്യാശ നിങ്ങൾ നിന്ന് വരുന്നു, നീയാണ് എൻ്റെ ദൈവം. ഞാൻ എൻ്റെ ഉള്ളം നിന്റെ പ്രാകാരങ്ങളെ വാഞ്ചിച്ച് മോഹിച്ചു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പ്രിയപ്പെട്ടവരെ, ജീവിതത്തിന്റെ ഏതെങ്കിലും അവസ്ഥകളിൽ പ്രതീക്ഷയ്ക്ക് വകയില്ലാതെ വരണ്ട അവസ്ഥയിലൂടെ കടന്നു പോകുന്ന വ്യക്തികളാണോ ഈ ദൈവിക സന്ദേശം കേൾക്കുന്നതെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് സംസാരിക്കുകയാണ്. ആ വരണ്ട ദേശത്തിന്റെ നടുവിലും നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുന്നൊരു കർത്താവ് ജീവിക്കുന്നു. ദൈവം വചനങ്ങളാണ് നമ്മെ സഹായിക്കട്ടെ.